ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റർ മൈൻഡ്സ് ബൈ അശ്വതി. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് 10th നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ യൂഷ്വലി 8th 9th ക്ലാസ്സിലെ പോർഷൻസ് ഒക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഇതുവരെ. എനിക്കൊരു കമൻറ്റ് കിട്ടിയിരുന്നു 10th ഇടുന്നില്ല എന്ന് ചോദിച്ച്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ക്ലാസ് 10 CBSE Nationalism in India. The first important question is, explain the effects of non-cooperation movement on the economy of India. ഓക്കെ, ഇത് ആക്ച്വലി 3 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് നടന്ന ഇയർ ആണ്. അതായത് 1920 to 1922 ഈ ഒരു ഇയേഴ്സിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, the movement resulted in boycott of foreign goods, especially foreign cloth, leading to a decline in its imports. Okay, so okay, ഈ വേർഡ് നോൺ കോപ്പറേഷൻ എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കോപ്പറേറ്റ് ചെയ്യുന്നില്ല നമ്മൾ, അല്ലേ? കോപ്പറേറ്റ് ചെയ്യാണ്ട് നമ്മൾ ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കോപ്പറേറ്റ് ചെയ്യാണ്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നത്? നമ്മൾ ഫോറിൻ ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യാണ്ടാവുന്നു. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫോറിൻ ക്ലോത്ത്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഫോറിൻ ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യാണ്ടാവുമ്പോൾ അതിന്റെ ഇമ്പോർട്ട് എന്ന് പറയുന്ന കാര്യം ഡിക്ലൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ലിക്കർ ഷോപ്സ്, ഓക്കെ, അത് നമ്മൾ പിക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ക്ലോത്ത് വാസ് ബേൺഡ് ഇൻ ഹ്യൂജ് ബോൺഫയർസ്. ഫോറിൻ ക്ലോത്ത്സ് നമ്മൾ കൂട്ടത്തോടെ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത് ഹാഫ് ബിറ്റ്വീൻ 1921 to 1922, റിഡ്യൂസിംഗ് ഫ്രം 102 crore to 57 crore. നമ്മൾ ഇമ്പോർട്ട് കുറച്ചു എന്ന് പറഞ്ഞു, അല്ലെ? അപ്പം അത് ഏകദേശം പകുതിയോളം കുറവ് സംഭവിച്ചു 1921 1922 പീരീഡിലും. ഓക്കെ, അങ്ങനെ ഫോറിൻ ക്ലോത്ത്സിന്റെ യൂസേജ് കുറഞ്ഞു കഴിയുമ്പം ഓഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യൻ ഖാദി ടെക്സ്റ്റൈൽസിനൊക്കെ ഡിമാൻഡ് കൂടും. അപ്പൊ അതുവഴി ഇന്ത്യൻ വീവേഴ്സ് ആൻഡ് ആർട്ടിസൻസ് വെർ ബെനിഫിറ്റഡ്. ഓക്കെ, ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സോ എ റൈസ് ഇൻ പ്രൊഡക്ഷൻ. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഖാദി, ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത ഒരു പീരീഡ് കൂടിയാണ് ഈ 1920 to 1922 ഇനോഗ്രേറ്റഡ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ബൈ ഗാന്ധിജി ഓൺ ഓഗസ്റ്റ് 1 1920, എൻഡ് ചെയ്യുന്ന വർഷം 1922 ഡ്യൂ ടു ദി ചൗരി ചൗര ഇൻസിഡന്റ്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ എക്കോണമിയിൽ എങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഫക്ട് ചെയ്തു എന്നുള്ള അതിന്റെ എഫക്ട്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. Let's move on to the next question. That is, why did Gandhi withdraw the non-cooperation movement? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ, അല്ലേ? The Chowri Chowra incident. So, ആക്ച്വലി ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UP ഒരു സ്ഥലമാണ്. In 1922, it turned violent where a mob killed 22 policemen by burning a police station. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് ഒരു മോബ് എന്ത് ചെയ്തു? 22 പോലീസുകാരോളം കൊന്നുകളഞ്ഞു. Gandhi believed that the movement was turning violent, which was against his principle of non-violence. ഓക്കെ, ഗാന്ധിജി ബിലീവ് ചെയ്തിരുന്നത് അഹിംസ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലായിരുന്നു, നോൺ വയലൻസ്. അപ്പം ഈ മോബ് ഇങ്ങനെ പീപ്പിളിനെ അറ്റാക്ക് ചെയ്യുന്നു, പോലീസ്മെനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഗാന്ധിജിക്ക് മനസ്സിലായി എന്താണ് ആളുടെ ഐഡിയോളജിയും പ്രിൻസിപ്പിളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. He feared that the movement would derail and lead to chaos, so he called it off to maintain discipline and peace. Okay, നമ്മൾ വഴിതെറ്റി പോവാണോ, ഒരു നോൺ വയലൻസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളിൽ നിന്ന് വഴിതെറ്റി പോകുന്നു എന്ന് കണ്ടപ്പോൾ 1922 ചൗരി ചൗര ഇൻസിഡന്റോടുകൂടി, വിച്ച് വാസ് ഇൻ UP കൂടി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധി വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പറയാം 1920 to 1922 ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം ചൗരി ചൗര ഇൻസിഡന്റ് അറ്റ് UP. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം, വിച്ച് ഇസ് വാട്ട് വേർ ദ കോസസ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ട ഇയർ 1930 to 1934 ഈ ഒരു പീരീഡിലാണ്
സിവിൽ ഡിസൊബീഡിയൻസ് നടന്നത്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഉണ്ടാവാൻ ആ മൂവ്മെന്റിന് കാരണമായത് ഗാന്ധിജി കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഓക്കെ, ഏകദേശം 11ഓളം ആവശ്യങ്ങൾ എന്തോ മുന്നിലോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ അവര് ഒഴിവാക്കി കഴിഞ്ഞു ബ്രിട്ടീഷേഴ്സ്. അപ്പൊ അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സൈമൺ കമ്മീഷൻ ഓഫ് 1928. ഓക്കെ, സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ വേണ്ടി ഇന്ത്യയിൽ വരുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മീഷൻ ആയിരുന്നു 1928 കേട്ടോ. പക്ഷെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈമൺ കമ്മീഷനിൽ നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് ആരെങ്കിലും വേണമായിരുന്നല്ലോ, ഒരൊറ്റ ഇന്ത്യൻ മെമ്പർ പോലും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നതൊക്കെ വൈറ്റ്സ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഗോ ബാക്ക് സൈമൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാണ് ഉണ്ടായത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ പൂർണ്ണ സ്വരാജ്. ഓക്കെ, 1929 ലാഹോറിൽ വെച്ചിട്ട് കോൺഗ്രസിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ് ഡിക്ലെയർഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അവരുടെ ഗോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്, പൂർണ്ണ സ്വരാജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു നീഡായിരുന്നു. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൾട്ട് ലോ. അതായത് നമ്മളിപ്പോ പാവപ്പെട്ടവരോ പണക്കാരോ ആരോ ആയിക്കോട്ടെ, നമ്മൾക്ക് കോമൺ ആയിട്ട് ഏറ്റവും യൂസ് ചെയ്യുന്ന വീടുകളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് സോൾട്ട്. പക്ഷേ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾട്ട്, ഉപ്പില് ഒരു കുത്തകാവകാശം പോലെ അവരെടുത്തു, മൊണോപോളി എടുത്തിട്ട് സാൾട്ട് പ്രൊഡക്ഷൻ അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ടാക്സ് ഈടാക്കി. നല്ല രീതിയിൽ ടാക്സ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും അത് പാവപ്പെട്ട ആളുകളെ അഫക്ട് ചെയ്യാൻ തുടങ്ങി. ഇതും ഒരു കാരണമായിരുന്നു. ഓക്കെ, പിന്നെയാണ് ഡണ്ടി മാർച്ച്. ഓക്കെ, ഓഫ് 1930. അതായത് ഗാന്ധിജി ഈ ഒരു സാൾട്ട് ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം ഗാന്ധിജിയുടെ ആശ്രമം സബർമതിയിലുള്ള ആശ്രമത്തിൽ നിന്ന് 240 മൈൽസ് വാക്ക് ചെയ്തു. ആളുടെ കൂടെയുള്ള ആളുകളും വാക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു വാക്കിൽ നിന്നാണ്, ഡണ്ടി മാർച്ചിൽ നിന്നാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻസിഡന്റോട് കൂടിയാണ്. ലാസ്റ്റ് പോയിന്റ്, റിപ്രസീവ് ബ്രിട്ടീഷ് പോളിസീസ്. ഇന്ത്യൻസ് വെർ നോട്ട് അലൗഡ് ടു മേക്ക് സാൾട്ട്. പ്രൊട്ടസ്റ്റ് വെർ സപ്രസ് വിത്ത് ബ്രൂട്ടൽ ഫോഴ്സ്. നമ്മൾക്ക് സാൾട്ട് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾക്കെതിരെ, ഇന്ത്യൻസിനെതിരെ വളരെ ബ്രൂട്ടൽ ആയിട്ടായിരുന്നു അവിടുത്തെ ബ്രിട്ടീഷ് പോലീസ്, ബ്രിട്ടീഷേഴ്സ് നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ആണ് നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സൈമൺ കമ്മീഷൻ വൺ റീസൺ, ദെൻ ഡിമാൻഡ് ഫോർ പൂർണ്ണ സ്വരാജ് ഇൻ 1929, പിന്നെ സോൾട്ട് ലോ വന്നതും, ദണ്ഡി മാർച്ച് ഓഫ് 1930, ദെൻ ദ റിപ്രസീവ് ബ്രിട്ടീഷ് പോളിസീസ്. ഇത്ര പോയിന്റ്സ് എഴുതിയാൽ ഇത് 5 മാർക്സിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദണ്ഡി മാർച്ച്. ഓക്കെ, വൈ വാസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ്? ഓക്കെ, ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 12th മാർച്ച് 1930 ആണ്. ഓക്കെ, 12th മാർച്ച് 1930. അവിടുന്ന് സബർമതി ആശ്രമം, ഗാന്ധിജിയുടെ ആശ്രമമാണ് സബർമതി ഇൻ ഗുജറാത്ത്. അവിടുന്ന് സബർമതി ആശ്രം ടു ദണ്ഡി വരെയായിരുന്നു ആ യാത്ര ഇരുന്നത്. ഓക്കെ, അതിൽ ഗാന്ധിജിയുടെ കൂടെ ആൾ മാത്രമായിരുന്നില്ല, 78 ഫോളോവേഴ്സും കൂടി ഉണ്ടായിരുന്നു. ഏകദേശം 240 മൈൽസ് 24 ഡേയ്സ് കൊണ്ടാണ് ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 12th സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 6th 1930 ആയപ്പോഴത്തേക്കും ഗാന്ധിജി ഡണ്ടിയിൽ എത്തിയിട്ട് സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തു ബൈ മേക്കിംഗ് സാൾട്ട് ഫ്രം സീ വാട്ടർ. ഓക്കെ, വിച്ച് മാർക്ക് ദ ബിഗിനിങ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഈ ദണ്ഡി മാർച്ചോടുകൂടി ദണ്ഡിയിൽ വെച്ച് സാൾട്ട് മേക്ക് ചെയ്തിട്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് സിംബലൈസ് ഡിഫിയൻസ് അഗെയിൻസ്റ്റ് അൺജസ്റ്റ് ലോസ് ആൻഡ് യൂണിഫൈഡ് ദ നേഷൻ. ഇങ്ങനെ നമ്മൾക്കെതിരെ വരുന്ന എന്ത് അൺജസ്റ്റ് ആയിട്ടുള്ള, അതായത് നീതിപരമല്ലാത്ത എന്ത് ലോസും അവർ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾക്കൊരു എതിർക്കാനുള്ളൊരിത് വന്നതും, അതുപോലെ തന്നെ രാജ്യത്തുള്ള എല്ലാവർക്കും ഒരു യൂണിഫൈഡ്, ഒരു ഒത്തൊരുമ, യൂണിറ്റി ഒക്കെ തോന്നിയത് ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ്, ഹൗ ഡിഡ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്? ഓക്കെ, എങ്ങനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഓഫ് 1930 ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അപ്പം നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം നോക്കുന്നത്. അപ്പം അതില് റിച്ച് പെസൻസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് നമുക്ക് ആദ്യം നോക്കാം. റിച്ച് പെസൻസിൽ ഇൻവോൾവ് ആവുന്നത് പട്ടിദാസ് ഓഫ് ഗുജറാത്ത് ആണ്.
അവർക്ക് ഓൾറെഡി അവർ പൈസ ഉണ്ട്, അവര് ടാക്സ് അടയ്ക്കുന്നതാണ് അല്ലെ. അപ്പൊ അവർക്ക് അതില് റവന്യൂവിൽ ഒരു റിഡക്ഷൻ ആണ് അവര് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പം അവർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്തത് ബോയ്ക്കോട്ടിംഗ് ലാൻഡ് റവന്യൂ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവായിക്കൊണ്ടാണ് അവരത് ചെയ്തത്. നെക്സ്റ്റ് ഇറ്റ്സ് കേസ് വിത്ത് പുവർ പെസൻസ് ഡിമാൻഡഡ്, അവർക്ക് ആക്ച്വലി അവരുടെ റെന്റൊക്കെ അടയ്ക്കുന്നതിൽ നിന്ന് ഒരു മോചനമായിരുന്നു അവര് വേണ്ടിയിരുന്നത് അവർക്ക്. ഓക്കെ, മിഷൻ ഓഫ് റെന്റ് ആൻഡ് ലാൻഡ്. സോ അവർ അതിന് വേണ്ടിയിട്ട് കുറെ റാഡിക്കലായിട്ട് കുറെ പ്രതിഷേധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. പക്ഷെ കോൺഗ്രസ് ഒന്നും ഒരിക്കലും നോൺ റെന്റ് ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഇസ് ദ ബിസിനസ് ക്ലാസ്. അവര് എന്താണ് സപ്പോർട്ടഡ് സ്വദേശി ആൻഡ് വാണ്ടഡ് പ്രൊട്ടക്ഷൻ ഫ്രം കൊളോണിയൽ ട്രേഡ് പോളിസീസ്. ഓക്കെ, ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യണം, ലൈക്ക് ഖാദി, ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇതൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ അവർ സ്വദേശി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് അവര് FICCI ഫോം ചെയ്തു, വിച്ച് ഈസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഈ കാര്യം കൂടി ഓർത്തിരിക്കാം. ദെൻ ദ ലാസ്റ്റ് കേസ് ഇസ് വുമൺ. ഓക്കെ, വുമന്റെ കേസ് പാർട്ടിസിപ്പേഷൻ വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അവര് പിക്കറ്റിങ്ങിലും മാർച്ചസിലും റാലീസിലൊക്കെ പങ്കെടുത്തിരുന്നു. അതുപോലെ ഫേസ് റെസ്ട്രിക്ഷൻസ് ആൻഡ് വെർ മോസ്റ്റ്ലി സിംബോളിക് പാർട്ടിസിപ്പൻസ്. ക്ലിയർ? അങ്ങനെ ഇത്രയും സോഷ്യൽ ഗ്രൂപ്പ്സ് ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ അവരുടെ പങ്കാളിത്തം അറിയിച്ചിരുന്നു. നെക്സ്റ്റ് ഇസ് വാട്ട് വാസ് ദ റോൾ ഓഫ് സൈമൺ കമ്മീഷൻ ഇൻ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ? നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് ഒരു ഇത് വരാൻ കാരണം ഒരു വൺ ഓഫ് ദ റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈമൺ കമ്മീഷൻ വന്നതാണ്. ആക്ച്വലി 1927 ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഇറ്റ് ഹാഡ് നോ ഇന്ത്യൻ മെമ്പർ. ഓക്കെ, ഇന്ത്യൻസ് ഫെൽറ്റ് ഇൻസൾട്ടഡ് ആൻഡ് ബോയ്ക്കോട്ടഡ് ദ കമ്മീഷൻ. നമ്മൾക്ക് വേണ്ടി രൂപീകരിച്ച ഒരു കമ്മീഷനിൽ, നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വരുന്ന ഒരു കമ്മീഷനിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു മെമ്പർ പോലും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കാര്യമുണ്ടോ? അത് നമ്മൾക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തു. എന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അവരുടെ മെയിൻ ആയിട്ടുള്ള അന്നത്തെ സ്ലോഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോ ബാക്ക് സൈമൺ എന്നായിരുന്നു. സൈമൺ ഗോ ബാക്ക്. ഓക്കെ, ഇറ്റ് യുണൈറ്റഡ് ഇന്ത്യൻസ് അക്രോസ് പാർട്ടീസ് ആൻഡ് സ്പാർക്ഡ് മാസ് ഡെമോൺസ്ട്രേഷൻസ്. Okay, so let's move on to the next question. That is, how did the idea of nationalism develop through culture in India? എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു നാഷണലിസം എന്ന് പറഞ്ഞ ഒരു ഐഡിയ സ്പ്രെഡ് ആയത് അല്ലെങ്കിൽ ഡെവലപ്പ് ആയി വന്നത്? ഫസ്റ്റ് മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്ക് സോങ്സും ഫോക്ക് ടെയിൽസും ആണ്. ഓക്കെ, യൂസ് ടു റിവൈവ് ട്രഡീഷണൽ കൾച്ചർ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈവ് ചെയ്തെടുത്തു. പ്രൊമോട്ടഡ് യൂണിറ്റി ആൻഡ് പ്രൈഡ് ഇൻ ഇന്ത്യൻ ഹെറിറ്റേജ്. നമ്മളുടെ ഒരു പൈതൃകത്തിൽ നമ്മൾ അഭിമാനവും അതിൽ തന്നെ നമുക്കൊരു യൂണിറ്റി, ഈ കാര്യങ്ങളൊക്കെ പ്രൊമോട്ടഡ് ആയിട്ട് വന്നു. പിന്നെ നാഷണൽ സിംബൽസ് ഉണ്ട് അല്ലെ നമുക്ക്, അതായത് നമ്മുടെ കളർ ഫ്ലാഗ് വിത്ത് ചർക്ക. നമ്മുടെ കളർ ഫ്ലാഗിന്റെ നടുക്ക് ഒരു സ്പിന്നിങ് വീല് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സെൽഫ് റിലയൻസ്, നമ്മുടെ സ്വയം ആയിട്ടുള്ള നമ്മുടെ ഒരു ഇതുണ്ടല്ലോ. റിലയൻസ് മീൻസ് നമ്മൾ സ്വയമായിട്ട് നമ്മളൊരു ആശ്രയം കണ്ടെത്താം. അതിനൊക്കെ സിംബലൈസ് ചെയ്തു. ബ്രോഡ് പീപ്പിൾ ടുഗെദർ അണ്ടർ വൺ ബാനർ. ഓക്കെ, റീഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. നാഷണലിസ്റ്റ് ലീഡേഴ്സ് റീറോട്ട് ഹിസ്റ്ററി ടു ഷോ ഇന്ത്യസ് ഗ്ലോറിയസ് പാസ്റ്റ്. ഫോസ്റ്റഡ് പ്രൈഡ് ആൻഡ് യൂണിറ്റി എമംഗ് ഇന്ത്യൻസ്. മെയിൻലി നമ്മുടെ ഇടയിൽ തന്നെ, ഇന്ത്യൻസിന്റെ ഇടയിൽ തന്നെ ഹിന്ദു മുസ്ലിംസ് അങ്ങനെയൊന്നും വേർതിരിവില്ലാണ്ട് എല്ലാവരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടൊരു യൂണിറ്റി ഫീലിംഗ് കൊണ്ടുവരാൻ ഈ നാഷണലിസം ഐഡിയനെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഐഡിയ ഓഫ് നാഷണലിസം ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ കൾച്ചർ, നമ്മുടെ ഫോക്ക് സോങ്സ്, ഫോക്ക് ടെയിൽസ്, സിംബൽസ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡിഡ് ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് ഡെവലപ്പ് ഇൻ ഇന്ത്യ? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു സെയിം തന്നെ അല്ലെ, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ അതേ ഒരു രീതിയിൽ തന്നെ ഉള്ളത്. എങ്ങനെയാണ് നമ്മൾക്ക് സെൻസ് ഓഫ് കളക്റ്റീവ് അല്ലെങ്കിൽ യൂണിറ്റി ഇന്ത്യയിൽ ഡെവലപ്പ് ആയതെന്നുള്ളത്? ത്രൂ ഷെയർഡ് സ്ട്രഗിൾസ്, സിമ്പിൾസ് ലൈക്ക് നാഷണൽ ഫ്ലാഗ്, കോമൺ ഫോക്ലോർ അല്ലെ. നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇപ്പൊ പറഞ്ഞു, നമ്മള് ആ ചർക്ക എന്നുള്ളതൊക്കെ നമ്മുടെ സിംബലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇമേജ് ഓഫ് ഭാരത് മാത ക്രിയേറ്റഡ് യൂണിറ്റി.
History was reinterpreted to show India as a nation with a glorious past. Movements like non-cooperation and civil disobedience brought people together. നമ്മൾ ഓർത്തിരിക്കേണ്ടത് നോൺ കോപ്പറേഷന്റെ ഇയർ 1920 to 1922 വരെയാണ്. സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുമ്പോൾ 1930. 20 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്ന് ഓർക്കാം. സിവിൽ ഡിസോബീഡിയൻസ് 1930. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യാം. താങ്ക് യു.